സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അമ്പാടി എന്നാണ്. ഇന്നത്തെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു മാത്സ് എങ്ങനെയാണ് പഠിക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യത്തെ കാര്യം, പഴമക്കാർ പറയുന്നു മാത്സ് ഇഷ്ടപ്പെട്ട് പഠിക്കേണ്ടതാണ്, കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതല്ല, ഇഷ്ടപ്പെട്ട് പഠിക്കേണ്ടതാണ്. അങ്ങനെയാണ് പറയുന്നത്. ഇനി ഞാൻ ഫോളോ ചെയ്യുന്നൊരു ടിപ്പ് പറഞ്ഞുതരാം. നമുക്ക് ഈ വർഷം SLCക്ക് പഠിക്കാനുള്ളത് 2 പാർട്ട് മാത്സിൻ്റെ ബുക്കാണ്. അതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഒരു പരീക്ഷ ഇപ്പം നാളെ ഇടാമെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ പഠിക്കുക എന്നത് നമുക്ക് സാധ്യമായൊരു കാര്യമല്ല. അതിനകത്തെ മെയിനായുള്ള കാര്യങ്ങൾ മാത്രം ഇതുപോലൊരു പേപ്പറിൽ എഴുതുള്ളൂ. ഇതിൻ്റെ പേര് ഷോർട്ട് നോട്ടാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ അതിനൊരു വീഡിയോ ഇടാം, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതിനകത്ത് എല്ലാ ഇക്വേഷൻസും എല്ലാ ചാപ്റ്ററിൻ്റെ എഴുതിയിട്ടുണ്ട്. ഇനി ഒരു ചാപ്റ്ററിൻ്റെയോ 2 ചാപ്റ്ററിൻ്റെയും കൂടെ എഴുതാറുണ്ട്, അത്രേ ഉള്ളൂ. അതല്ല ബാക്കിയെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം എന്നത് പറഞ്ഞാൽ, നമ്മൾ വളരെ ഷോർട്ടാക്കി നമ്മൾ എഴുതി വെക്കുന്നതായിരിക്കും നല്ലത്. ബുക്കിൽ പറയുന്ന പോലെ പഠിക്കുന്നതിനേക്കാളും നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെയ്യുമ്പോഴായിരിക്കും ഇച്ചിരിയും കൂടെ നല്ലത്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകണം. ഈ ഷോർട്ട് നോട്ട് തയ്യാറാക്കേണ്ടത് ഒരു കാരണവശാലും പഠിക്കുന്ന സമയത്തല്ല, നമ്മൾ റിവിഷൻ ചെയ്ത സമയത്ത് ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഇച്ചിരിയും കൂടെ പഠനത്തിൽ നമ്മൾ അത്രയും കൂടെ അത് നന്നായിട്ട് മനസ്സിലാവും കാര്യം. ഈ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല മാർക്കിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്. എനിക്ക് ഓണത്തിന് ഏകദേശം 35 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ക്രിസ്മസിലേക്ക് വന്നപ്പോൾ ഒരു 55-56 ലെവലിലേക്ക് എനിക്ക് ഉയർത്താൻ സാധിച്ചു. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഇച്ചിരിയും കൂടെ പഠിച്ച് നമുക്ക് ഫുൾ സെറ്റാക്കാം. ഇനി നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ അത് ടീച്ചറിനോട് ചോദിക്കുക, മനസ്സിലാക്കിയെടുക്കുക. അല്ലാതെ ടീച്ചറിനോട് ചോദിക്കാതിരിക്കരുത്, അതും ഒരിതാണ്. എനിക്ക് വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് വലിയ ലാക്കിയില്ല. അപ്പം എൻ്റെ വീഡിയോസിനൊക്കെ നല്ല രീതിയിലുള്ള ട്രോൾസ് എനിക്ക് സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. നല്ല രീതിക്ക് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ബട്ട് എനിക്ക് അറിയത്തില്ല നല്ല രീതിക്ക് വീഡിയോ എടുക്കാൻ. ഞാൻ എന്തായാലും പരിശ്രമിക്കാം. ഇതൊരു രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിലൊരു 90% ആൾക്കാരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെയാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഇല്ലെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒന്ന് ലൈക്കെങ്കിലും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. നിങ്ങൾ പറയുന്നത് എന്താണോ അതനുസരിച്ച് നമ്മളൊരു കണ്ടൻറ് ഉണ്ടാക്കി ഇടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.